നമ്മൾ ആൻറ്റി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കവർ പാല് മോഷ്ടിച്ച് നമ്മളിവിടെ ഓട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ന് എഴുന്നേറ്റ് വന്ന വലുതായതുകൊണ്ട് രാത്രിയിൽ എനിക്കങ്ങ് തലവേദനയായിരുന്നു. അപ്പോൾ അതുകൊണ്ടുണ്ടോ എൻ്റെ മുഖമൊക്കെ ഇരിക്കുന്നുണ്ടോ, അയ്യോ എനിക്ക് തലവേദന എടുത്തിട്ട്. അപ്പം എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൊക്കെ ഇരിക്കുന്നുണ്ട്. ഫുള്ള് തലവേദന ആയിരുന്നു നൈറ്റിൽ. എനിക്ക് സൈനസ് പ്രശ്നമുണ്ട്, എൻ്റെ തലവേദന. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ ദിവസം, ഇന്ന് സാറ്റർഡേ മോർണിംഗിൽ ഇങ്ങനെ എഴുന്നേറ്റ് വന്നിരിക്കുക. ഇന്ന് മമ്മിയുടെ സാധാരണ എല്ലാ പ്രാവശ്യവും എൻ്റെ കടലക്കറി. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ഇവർക്ക് ബോറടിക്കാതിരിക്കും, ഇന്ന് മമ്മിയുടെ കടലക്കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മമ്മി ഇന്ന് കടലക്കറിക്ക് എടുത്ത് വെച്ചു. പിന്നെ അപ്പത്തിൻ്റെ മാവുണ്ട്, കുറച്ച് ദോശയുടെ മാവുണ്ട്. അപ്പോൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ചോറ് വെക്കണം, മീൻകറി വെക്കണം, കറി വെക്കണം, എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ. പിന്നെ ഇന്നത്തെ തീയിൽ കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ രാവിലത്തെ ജോലിയിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വലിയ ജോലിയുണ്ട്. അപ്പോൾ ഞാനിതിട്ട് മടിച്ചങ്ങനെ ഇരിക്കുക. 2-3 കുഞ്ഞുങ്ങൾക്ക് NCCക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. NCCക്ക് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ ശരി എന്നാൽ അപ്പോൾ എൻ്റെ ജോലികൾ പണിത് വേണ്ടിയിട്ട് ദോശയൊക്കെ ചുരുട്ടാം. മമ്മിയുടെ കടലക്കറി, അതായത് മമ്മി വെക്കുന്നതെന്ന് വെച്ചാൽ കടല വേവിച്ചെടുത്തിട്ട് കടു വറുത്ത് അതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് മൂപ്പിച്ച് അതിനുശേഷം കറി ഇട്ടിളക്കും. എന്നുവെച്ചാൽ ഈ കടല വേവിച്ച കടല, അത് വേവിച്ച കടല എന്ന് പറയുമ്പോൾ അതിനകത്ത് സവാളയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, എല്ലാം കൂടെ ചേർത്തിട്ട് മമ്മി ഒരുമിച്ചിട്ട് വേവിച്ചിട്ട് എടുത്തുക്കുന്ന പച്ചമുളകും ഒന്നിച്ച് ഉപ്പിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ കടു വറുത്ത് മസാലകൾ മൂപ്പിച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും മൂപ്പിച്ചിട്ട് പിന്നെ അതിനകത്തേക്ക് ഇതേ ഈ കറി ഇളക്കിയിട്ടെടുക്കുന്നത്. മമ്മി വെക്കുന്നത് കടല അരച്ച് ചേർക്കുകയോ തേങ്ങ അരച്ച് ചേർക്കുകയോ മമ്മി ഒന്നും ചെയ്യാറില്ല. മമ്മിയുടെ കടലക്കറി ഇങ്ങനെ. അപ്പോൾ എല്ലാ പ്രാവശ്യം എപ്പോഴും എൻ്റെ കടലക്കറി ആയതുകൊണ്ട് ഇന്നിപ്പോൾ മമ്മിയുടെ കടലക്കറി ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഈ ഒരു കടലക്കറി വെക്കുന്നത്. അപ്പോൾ ഞാനൊരു സൈഡിൽ കൂടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ദോശയും കടലക്കറിയും ഉണ്ടോ. പിന്നെ അപ്പവും ഉണ്ട്. അപ്പത്തിൻ്റെ മാവും കുറച്ച് ഇരിപ്പുണ്ട്. ദോശ തികഞ്ഞില്ല, ദോശമാവ് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബാക്കി അപ്പം കൂടി ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്, ഇന്ന് സാറ്റർഡേ മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റാണിത്. കടലക്കറി കേട്ടോ, ഒന്നും അരച്ചും ചേർക്കത്തില്ല, ഒന്നുമില്ല, പക്ഷെ നല്ല കുറുകിയ കടലക്കറിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്തില്ല. പിന്നെ ഞാൻ വെക്കുന്ന സ്റ്റൈല് വേറെയാണ്. അപ്പോൾ ഇന്ന് മമ്മിയുടെ കടലക്കറി ആവാമെന്ന് വിചാരിച്ചു. തീയിൽ കുറച്ച് ബാലൻസ് ഉണ്ട്, അതെടുത്ത് ഒന്ന് ചൂടാക്കിക്കൊണ്ട് വെച്ചു. പിന്നെ ഇതിപ്പോൾ തേങ്ങ അരച്ച പുളി എന്ന് പറയും. മുളകും പൊടിയും മല്ലിപ്പൊടിയും പുളിയൊക്കെ ഇട്ടൊരു പുളി. അപ്പോൾ അത് ഒന്ന് റെഡിയാക്കണം. അതൊന്ന് തിളപ്പിക്കണം, ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇനി അത്. അപ്പോൾ ഇനി വേഗം ഞാനൊരു മീൻകറി ഉണ്ടാക്കട്ടെ. മീൻകറി ഉണ്ടാക്കി തോരണം. അപ്പോൾ എൻ്റെ ജോലി തീർത്തിട്ട് വേണം എനിക്കിനി എൻ്റെ അടുത്ത ഡ്യൂട്ടിക്ക് പോകാൻ. മീൻകറിയും റെഡിയാക്കിയിട്ടുണ്ട്, തോരനുണ്ട്, അത് തീയലുണ്ട്, കറിയുണ്ട്. അപ്പോൾ അത് അടുക്കള ജോലി എല്ലാം കഴിഞ്ഞു. ഇതൊരു വലിയ ജോലി ചെയ്യാൻ പോകാം. നോക്കിക്കോണേ എന്താ ജോലി ഇതുള്ളത്. അപ്പം കണ്ടോ എൻ്റെ കഷ്ടപ്പാട് കണ്ടോ. ചിരട്ട ഇനിയുണ്ട് കണ്ടോ. നോക്ക്, കണ്ടോ ഒരു ചാക്ക് ചിരട്ട, രണ്ടാമത്തെ ചാക്ക് ചിരട്ട, ഇനി ഒരു ചാക്കും കൂടി ഉണ്ട്. എടുത്തിട്ട് ഇപ്പം വരാം കേട്ടോ. കണ്ടോ, അയ്യോ എൻ്റെ 3ാമത്തെ ചാക്ക് ചിരട്ട. ഇത്രയാണ് എൻ്റെ ചിരട്ട. ഈ ചിരട്ടയും കൊണ്ട് ഞാൻ മാർക്കറ്റിൽ പോവുക. ചിരട്ട ഒരു ബിസിനസ്സാണെന്ന് എനിക്ക് ഇവിടെ കത്തിക്കാൻ ഓപ്ഷനില്ല. പക്ഷെ 1 കിലോ ചിരട്ടയ്ക്ക് 6 രൂപ വെച്ച് കിട്ടും. അപ്പോൾ ഇത് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, തേങ്ങ വാങ്ങും. ചിരട്ടയൊക്കെ കാലിലെടുത്ത് വെച്ചിട്ട് സുന്ദരമായിട്ട് മമ്മി എടുക്കും. എന്നിട്ട് പഴങ്കഞ്ഞി ഒടിച്ച് ചോറും പുളിശ്ശേരിയും ഉണക്കമീനും ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടൊരു പഴങ്കഞ്ഞി. അപ്പോൾ എന്നിട്ട് ഇനിയിപ്പം
ചിരട്ട പിടിച്ചെൻ്റെ എനർജി തീർക്കാനാ. അപ്പം എന്നിട്ട് ഇനി പോവാം. കാന്താരി മുളകും ഒന്ന് ഓർത്ത് നോക്കിയേ. ഇന്നലത്തെ ചോറ്, പുളിശ്ശേരി, കാന്താരി മുളക്, ഉണക്കമീൻ, ചമ്മന്തി, ഇത്രയും ചേർത്ത് നല്ല അടിപൊളി ഒരു പഴങ്കഞ്ഞിയും കുടിച്ചിട്ട് ഇറങ്ങും കേട്ടോ ഞാൻ. അപ്പോൾ ഇനി ഞാൻ മാർക്കറ്റിലേക്ക് പോയിട്ട് വരാം. മാർക്കറ്റിൻ്റെ സൈഡിലാണേ, ഈ ഭാഗത്ത് ഈ ഒരു കോവിലിൻ്റെ സൈഡിലായിട്ടാണ് ഈ ചിരട്ട വിൽക്കുന്ന കട. അതും കൂടി ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചു തരിക. ഇപ്പോൾ ഇത് ചാക്ക് ചിരട്ട ഇരിക്കുന്നത് ഞാനത് കണ്ടോ, ഇവിടെയാണത് കണ്ടോ. ഈ ഭാഗത്തേക്ക് പോകണം. ഈ മാർക്കറ്റ് മൊത്തത്തിൽ കാണിക്കട്ടെ. ഇട്ടിട്ടു ഈ തക്കാളി വെക്കുന്ന ആങ്കൊച്ചനോട് ചോദിച്ചു, എന്താ ചേച്ചി എൻ്റെ ഫോട്ടോ ഇടാത്തത്? ഇതാ ഇട്ടിട്ടുണ്ട് ഉണ്ടോ? പിന്നെ എല്ലാവരുടെയും ഉണ്ട് കേട്ടോ. ബേക്കറി കയറി ജ്യൂസ് കുടിക്കും, ഒരു ഓറഞ്ച് ജ്യൂസ്. ആ ഒരു വണ്ടിക്കാരുടെ കഷ്ടപ്പാട് കണ്ടോ ഇരിക്കാനായിട്ട്. പാവം. ചാല മാർക്കറ്റിൽ വന്ന് കഷ്ടപ്പെട്ട് ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് എൻ്റെ ബാക്ക് സൈഡ് മൊത്തം പച്ചക്കറികൾ. അത് ഞാൻ കൊണ്ടുവെക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് സാധനം വാങ്ങും, നടന്നു വന്ന് കാറിൽ കൊണ്ടുവെക്കും, വീണ്ടും നെക്സ്റ്റ് ട്രിപ്പ് വീണ്ടും പോകും, വീണ്ടും 2 കൈ നിറച്ച് കിറ്റായിട്ട് വരും, വീണ്ടും കൊണ്ടുവെക്കും. കാരണം അല്ലാണ്ടൊന്നും നടക്കില്ല. എന്നിട്ട് ഞാൻ ഒരു ജ്യൂസ് കുടിച്ചിട്ടും പറ്റണില്ല. പിന്നെ എനിക്ക് ഏകദേശം ഒരു 5 കിലോ ഞാൻ കൊടുത്ത ചിരട്ടയ്ക്ക് ഒരു 5 കിലോ തേങ്ങയുള്ള എനിക്ക് കിട്ടി. തണുത്തുണ്ട് കേട്ടോ. എൻ്റെ പൊന്നി എന്തൊരു വെയിലാ. ഒരുപാട് വന്ന് ഏകദേശം അങ്ങനെ ഒരു 4-5 പ്രാവശ്യം നടന്ന. കാരണം എനിക്ക് അച്ചാറിനുള്ള ഐറ്റംസ് എല്ലാം വാങ്ങണമായിരുന്നു. പിന്നെ കുറച്ച് പച്ചക്കറികൾ വാങ്ങി, കുറച്ചേ വാങ്ങിയുള്ളൂ. അപ്പോഴേക്കും ഞാൻ കുഴഞ്ഞു. മാളി പോകുമ്പോൾ ഇതൊന്നും അറിയണ്ട സുഖം കേട്ടോ. മാളി പോയിട്ട് പച്ചക്കറി വാങ്ങുന്നത്. പക്ഷെ ചാല മാർക്കറ്റിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പക്ഷെ ഒരു ഗുണമുണ്ട്, എല്ലാ സാധനവും കിട്ടും. ചുമക്കാൻ ആളുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ വന്നിട്ട് ഓരോ 2 കയ്യിൽ സാധനം എടുക്കും, കൊണ്ടുവന്ന് കാറി വെക്കും, വീണ്ടും തിരിച്ചു പോകും, വീണ്ടും വരും. അങ്ങനെയാണ് ഞാൻ വരിക. അപ്പോഴേക്കും എനിക്ക് എൻ്റെ ഊപ്പാട് വരും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പൊതുവെ നേരത്തെ ഞാൻ ചാല മാർക്കറ്റിലൊക്കെ സ്ഥിരമായിട്ട് വരുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ വരാറൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ ചിരട്ടയും കൊണ്ട് വന്നുകൊണ്ട് കയറിയതാണ്, അല്ലെങ്കിൽ എനിക്ക് വയ്യ. എന്നിട്ട് പിന്നെ എനിക്ക് കുറച്ച് പിന്നെ ഇത് ഓരോ സൈഡാണ്. ചാല മാർക്കറ്റിനകത്തൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡ് മറ്റേ നമ്മുടെ ഗ്രോസറി ഐറ്റംസിൻ്റെ സൈഡുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇവിടെ നമുക്ക് കുരുമുളകിന് 700 രൂപ കേട്ടോ കിലോയ്ക്ക്. ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ 800 രൂപ അല്ലെങ്കിൽ 700 രൂപ. പിന്നെ പട്ട അവിടെ ഞാൻ ഈ വില പറയുമ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എത്രയാണെന്നുള്ളത് നോക്കിയാൽ മതി. പട്ടയ്ക്ക് 160 രൂപ 1 കിലോയ്ക്ക്, ഗ്രാമ്പു 1 കിലോയ്ക്ക് 140 രൂപ, തക്കോലത്തിന് 140 രൂപ, കിലോയുടെ കിലോ അല്ല 100 ഗ്രാമിന് 150 രൂപ. കിലോ അല്ല പട്ട 100 ഗ്രാമിന് 150 രൂപ, തക്കോല 100 ഗ്രാമിന് 150 രൂപ, കറുവപ്പട്ട അടിക്കും 100 രൂപ, 100 ഗ്രാമിന് 160 രൂപ. പക്ഷെ കുരുമുളക് 1 കിലോയ്ക്ക് 700 രൂപ. ഈ ചാല മാർക്കറ്റിനകത്തെ പ്രൈസ് പറയാം ഞാൻ. തക്കാളിക്ക് 35 രൂപ കിലോയ്ക്ക്. പിന്നെ ബീൻസിന് എത്രയായിരുന്നു? ഒരു കിലോയ്ക്ക് 80 രൂപയാണെന്ന് തോന്നുന്നു. പച്ചയത്തേക്ക് 2 കിലോ 100 രൂപ. അങ്ങനെയൊക്കെയാ ഇവിടുത്തെ കണക്കുകൾ, അങ്ങനെയൊക്കെയാ. പക്ഷെ വരുന്നതും ചുമക്കുന്നതും ഒക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. വെള്ളം എന്താ പൊക്കി കുടിക്കാത്തതെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ തന്നെ കുടിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വെള്ളം കുടിച്ചത്. ഇനിയിപ്പോൾ അതിൽ തെറ്റിദ്ധാരണ ഒന്നും തോന്നണ്ട കേട്ടോ.
ഈ സമയത്ത് നല്ല തണുത്ത വെള്ളം കുടിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണ്. പിന്നെന്താ എല്ലാ സാധനങ്ങളും കിട്ടും. മാർക്കറ്റിനകത്തേക്ക് വന്നാൽ ചാലയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തോരം സാധനങ്ങൾ കിട്ടും. പൂ വേണോ ഇഷ്ടം പോലെ. ഈ ഒരു രുദ്രാക്ഷത്തിൻ്റെ കടയുണ്ട് കേട്ടോ. ഈ ഗ്രോസറിക്ക് പോകുന്ന മീൻസ് അരിയും സാധനങ്ങളും കിട്ടുന്ന ആ സൈഡിലേക്ക് കയറുമ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിലൊരു എന്തോ അതിൻ്റെ പേര് എസ്കേസ്ന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ്. എന്തോരം രുദ്രാക്ഷമാല കിടക്കുന്നത്. ശബരിമല പോകുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് മാല എടുക്കണം കേട്ടോ. വലിയ രുദ്രാക്ഷം എങ്ങും താഴെ വരെ കിടക്കുന്നത് അതൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ വിളക്കുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. വേണമെങ്കിൽ ഇച്ചിരി ഞാൻ വിളക്കുകൾ കാണിച്ചു തരാം. രണ്ട് നോക്കിയേ കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ മാർക്കറ്റിലെ വിളക്കടയാണ്. വർഷങ്ങളായിട്ടുള്ള കുറച്ച് കടകളുണ്ട് കേട്ടോ ഇവിടെ. അത് ഞാൻ ഇനിയാവട്ടെ, ഞാനത് ഓർത്ത് ഞാൻ അടുത്ത പ്രാവശ്യം ഇടാം. ഞാൻ അവിടെ വന്നിട്ട് കുറേ ഐറ്റംസ് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എന്താ എനിക്കിങ്ങനെ പറഞ്ഞത് തൊട്ട് ബാക്കിലായിട്ട് അതൊക്കെ ഞാൻ ഓർത്ത് പറഞ്ഞുതരാം കേട്ടോ. കാരണം എപ്പോഴെങ്കിലും വാർത്ത വരുന്നവർക്കും ചാല മാർക്കറ്റിനകത്ത് കയറുന്നവർക്കും ഒക്കെ പ്രയോജനം ചെയ്യട്ടെ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും കണ്ടന്റിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ നല്ല കാര്യമല്ലേ. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ശരി, എൻ്റെ വണ്ടി ഇനി വീട്ടിലേക്ക് വിടുക. ഞാൻ ടയേർഡായി. അപ്പോൾ ഇനി എൻ്റെ അമ്മോ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ശരി, ഞാൻ വീട്ടിൽ പോവാം. ചാല മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച എൻ്റെ പച്ചക്കറികൾസൊക്കെയാണിത്. അതെ, ഇത് ഞാൻ അല്ലാതെ വാങ്ങിച്ച തേങ്ങയും അതുകൊണ്ട് ഈ കവറിൽ കിടക്കുന്ന തേങ്ങ ഇത്രയും ഞാൻ ആ ചിരട്ട കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ തേങ്ങ ഇത്രയും കേട്ടോ. അതുകൊണ്ട് ഇത്രയും തേങ്ങ പക്ഷേ 5.5 കിലോ തേങ്ങയോളം എനിക്ക് അങ്ങനെയും കിട്ടിയുണ്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ രഞ്ജിനീസ് വ്ലോഗ് എന്ന ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വരേക്കും എല്ലാവരോടും ടാറ്റാ. അപ്പം മറന്നു പോകരുത്, ഒന്നുകൂടി ഓർപ്പിക്കുക. ഈ കാണുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കയറുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും.